എത്തിക്സ് ഇൻ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോർത്ത് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കാനായിട്ട് പോകുന്നത്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്. ഫസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ് ആണ്. അടുത്തതായിട്ട് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ബിസിനസ് എത്തിക്സ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ മെയിൻലി രണ്ട് ഫാക്ടേഴ്സാണ് ബിസിനസ് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അത് ഇൻറ്റേർണലും എക്സ്റ്റേർണലും ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സ്, ഈ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സാണ് ഇൻറ്റേർണൽ ആയിട്ടുള്ളത് വരിക. അപ്പോൾ അതിൽ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള എംപ്ലോയീസും മാനേജേഴ്സ്, പിന്നെ മണി ആൻഡ് റിസോഴ്സസ്, കമ്പനീൻ്റെ കൾച്ചർ, ഇതൊക്കെയാണ് ബിസിനസ് എത്തിക്സിൻ്റെ ഇൻറ്റേർണലി ബാധിക്കുന്ന കാര്യങ്ങൾ. അതെങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സ്, അണ്ടിൽ യു ആർ വൺ പേഴ്സൺ ഷോ യുവർ എംപ്ലോയീസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ കമ്പനി ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ്. യുവർ എംപ്ലോയീസ് ഷുഡ് ബി ഗുഡ് അറ്റ് ദെയർ ജോബ്, വെദർ ഇറ്റ്സ് റൈറ്റിംഗ് കോഡ് ഓർ സെല്ലിംഗ് പ്രൊഡക്ട്സ് ടു അൺനോൺ പീപ്പിൾസ്. അപ്പോൾ എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സിൽ വരുന്ന സമയത്ത് ഒരു വൺ മാൻ ഷോ അല്ല അവിടെ നടക്കുന്നത്. എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവിടുത്തെ എംപ്ലോയീസ് തന്നെയാണ്. ഈ എംപ്ലോയീസിന് അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുക, അവർ കസ്റ്റമേഴ്സിന്, അൺനോൺ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക, ഇതൊക്കെയാണ് മാനേജേഴ്സ്, എംപ്ലോയീസിൻ്റെ വർക്ക് വരുന്നത്. മാനേജേഴ്സ് ഷുഡ് ബി ഗുഡ് അറ്റ് ഹാൻഡ്ലിങ് ലോ ലെവൽ എംപ്ലോയീസ് ആൻഡ് സൂപ്പറിൻറ്റൻഡിങ് അതർ പാർട്സ് ഓഫ് ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ്. അതായത് മാനേജേഴ്സ് രണ്ട് ലെവലിൽ ഇരിക്കുന്ന എംപ്ലോയീസിനോട് സെപ്പറേറ്റ് രീതിയിൽ പെരുമാറാതെ ഒരേപോലെ തന്നെ പെരുമാറണം എന്നുള്ളതാണ് എത്തിക്കലി ഇൻറ്റേർണൽ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഒരു എത്തിക്കൽ കണ്ടൻറ്റ്. ഇഫ് എവ്രി വൺ കേപ്പബിൾ ആൻഡ് ടാലൻറ്റഡ്, ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ആൻഡ് കോൺഫ്ലിക്ട്സ് ക്യാൻ റൂയിൻ എ ഗുഡ് കമ്പനി. ഇപ്പം എല്ലാവരും കാപ്പബിളും ടാലൻറ്റഡും ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക. പൊളിറ്റിക്കൽ ആൻഡ് കോൺഫ്ലിക്ട്സ് ക്യാൻ റൂയിൻ ഗുഡ് കമ്പനി. ഇപ്പോൾ പൊളിറ്റിക്സും കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു കമ്പനീനെ റൂയിൻ ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മൾ മുന്നേ ബിസിനസ്സിൻ്റെ ഫാക്ടേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഹ്യൂമൻ റിസോഴ്സിൽ എന്താണ് എത്തിക്സ് എന്നുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എംപ്ലോയീസിന് എത്തിക്കലി ഉള്ള ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എംപ്ലോയീസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അവരുടെ ഐഡിയാസ് തുറന്ന് പറയാൻ പറ്റണം, നല്ല വർക്കിംഗ് എൻവിറോൺമെൻ്റ് ആയിരിക്കണം, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെയാണ് എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സിൽ നമുക്ക് ബിസിനസ് എത്തിക്സിൽ പഠിക്കാനായിട്ടുള്ളത്. മണി ആൻഡ് റിസോഴ്സസിൽ വരികയാണെന്നുണ്ടെങ്കിൽ എ ലാക്ക് ഓഫ് മണി ആൻഡ് റിസോഴ്സസ് ക്യാൻ ബി ഡിസൈഡ് വെദർ യുവർ കമ്പനി സർവൈവ്സ് ഓർ ഡിസോൾവ്. ഇപ്പോൾ ഒരു മണീൻ്റെ ലാക്ക്, ഒരു ഓർഗനൈസേഷന് വേണ്ടത്ര ക്യാപിറ്റൽ ഇല്ല, റിസോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി സർവൈവ് ചെയ്യുക എന്നുള്ളത്, സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. When the cash resources of a company are too limited, it affects the number of people you can recruit, the quality of equipment, the amount of advertising you can buy. അതായത് ക്യാഷ് റിസോഴ്സസ് കുറവാണെന്നുണ്ടെങ്കിൽ അത് എന്തിനൊക്കെ ബാധിക്കും? കമ്പനീൻ്റെ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിനെ ബാധിക്കും, എക്യുപ്മെൻറ്റിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കും, അത് അഡ്വർടൈസ് ചെയ്യുന്നതിനെ ബാധിക്കും. ഇങ്ങനെ എല്ലാ കാര്യത്തിനും മണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു ഹാവ് ആൻ ആഡ്വക്കേറ്റ് എമൗണ്ട് ഓഫ് ക്യാഷ്, യു ക്യാൻ ലോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ ആൻഡ് എക്സ്പാൻഡ് യുവർ ബിസിനസ്. അപ്പം നല്ല രീതിയിൽ ക്യാഷ് റിസോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനും കുറേ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇത് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ ബിസിനസ് എത്തിക്സിൽ പറയുന്നത്. കമ്പനി കൾച്ചറിൽ വരുന്ന സമയത്ത് എ കമ്പനീസ് ഇൻറ്റേർണൽ കൾച്ചർ കണ്ടെയ്ൻസ് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പ്രയോറിറ്റീസ് ഓഫ് ഇറ്റ്സ് എംപ്ലോയീസ് ലിവ് ബൈ. അതായത് ഒരു എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനിൽ കയറുന്ന സമയത്ത് ആ ഒരു ഓർഗനൈസേഷനിൽ എന്തായാലും പാലിക്കേണ്ട വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, പ്രയോറിറ്റീസൊക്കെ അവർക്ക് ഓൾറെഡി ഒരു കമ്പനി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം. A competitive culture where every employee competes in one another creates a different environment from a company
ദാറ്റ് പോയിൻറ്റ്സ് ഓഫ് കൊളാബറേഷൻ ആൻഡ് ടീം വർക്ക്. ഒരു കോമ്പറ്റേറ്റീവ് വർക്കിംഗ് എൻവിറോൺമെൻറ്റ്, ഒരു വർക്കിംഗ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരാളിൽ നിന്നും മറ്റൊരാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനും അതേപോലെ തന്നെ നല്ലൊരു ടീം വർക്ക് ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ടിപ്പിക്കലി കമ്പനി കൾച്ചർ ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ടിപ്പിക്കലി കമ്പനീൻ്റെ കൾച്ചറിൽ ടോപ്പ് ലെവലിൽ നിന്നും ബോട്ടം ലെവലിലോട്ടാണ് സാധാരണ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റേർണലി ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള എത്തിക്കലായിട്ട് ബിസിനസ് എത്തിക്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് ബിസിനസ് എത്തിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിനെ, മാനേജേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ മണി ആൻഡ് റിസോഴ്സിനെ ആയിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ കമ്പനീൻ്റെ കൾച്ചറിനെ ആയിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുക. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കോണമി, കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്, പൊളിറ്റിക്കൽ ആൻഡ് ഗവൺമെൻറ് പോളിസീസ്. ബിസിനസ്സിനെ ബാധിക്കുന്ന പുറത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഇത് വരുന്നത്. എക്കോണമി, അതായത് എക്കണോമിക് പോളിസീസ് ആർ ഫ്രെയിംഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് എ കൺട്രി. അപ്പോൾ ഒരു കൺട്രിയിലുള്ള എക്കണോമിക് പോളിസീസ് ബിസിനസ് എത്തിക്സിനെ എഫക്റ്റ് ചെയ്യും. ദീസ് ആർ നോട്ട് കൺട്രോളബിൾ ബൈ ആൻ എൻ്റർപ്രൈസ്. A firm has to prepare its strategies of ethical practices according to the prescribed economic policies of government. ഒരു കമ്പനി നമ്മൾ ഫേം ചെയ്യുകയാണ്, ഒരു കമ്പനി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗവൺമെൻറ്, ആ ഒരു കൺട്രിയിലുള്ള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള എക്കണോമിക് പോളിസീസ് പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ട് അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എത്തിക്കലി മുന്നോട്ട് പോകാനായിട്ട് പറ്റും. Customers and suppliers. After employees, your customers and suppliers are most important people you deal with. അതായത് നമ്മളൊരു ബിസിനസ്സിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് ആണ് കിങ് എന്ന് പറയൂലേ. അപ്പോൾ ബിസിനസ്സിൻ്റെ ഇൻറ്റേർണലി നോക്കുകയാണെങ്കിൽ എംപ്ലോയീസ് ആണ് ആദ്യമായിട്ട് വരുന്നത്. എംപ്ലോയീസിന് ശേഷം കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്, നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്ന കൺസ്യൂമേഴ്സ്, അത് കൊടുക്കുന്ന കസ്റ്റമേഴ്സും, അതേപോലെ തന്നെ നമ്മൾ വലിയൊരു ബൾക്കായിട്ട് ഡീൽ ചെയ്യുന്ന സപ്ലയേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സപ്ലയേഴ്സ് ഹാവ് എ ലാർജ് ഇമ്പാക്റ്റ് ഓൺ യുവർ കോസ്റ്റ്. നമ്മൾ കോസ്റ്റ് റിഡക്റ്റ് ചെയ്യാനായിട്ട് സപ്ലയേഴ്സാണ് ഒരു വലിയ ഇമ്പാക്റ്റ് കൊടുക്കുന്നത്. കാര്യം ഒരു ബൾക്കായിട്ട് സാധനങ്ങൾ മേടിക്കുകയാണ്, ബൾക്കായിട്ട് ഓരെണ്ണമാണ് സെല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോസ്റ്റിൽ വലിയൊരു ഇമ്പാക്റ്റ് അവർ കൊണ്ടുവരും. ഇഫ് യു കനോട്ട് ബൈ എനിവർ എനി എൽസ് യുവർ നെഗോഷിയേറ്റിംഗ് റൂം വിൽ ബി ലിമിറ്റഡ്. ഇപ്പോൾ നമ്മൾ എവിടെ നിന്നും ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതിന് സപ്ലൈസ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നെഗോസിയേഷൻ റൂം ലിമിറ്റഡ് ആയിട്ടുള്ളത്. ദ പവർ ഓഫ് കസ്റ്റമേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ untamed competition for their dollars is how good your products are, whether your advertising makes customers want to buy from you, among other things. അതായത് കസ്റ്റമേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് കോമ്പറ്റീഷനും കാര്യങ്ങളൊന്നുമല്ല. ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, അതിൻ്റെ അഡ്വർടൈസിങ് എങ്ങനെയാണ് കസ്റ്റമേഴ്സിലോട്ട് എത്തുന്നത്, അത് ആൾക്കാർ വാങ്ങിയിട്ട് എന്തൊക്കെയാണ് റിവ്യൂ പറയുന്നത്, ഇതൊക്കെയാണ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലുതായിട്ടുള്ള ഒരു കാര്യം. സോ ഇതാണ് എക്സ്റ്റേണലായിട്ട് കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലയേഴ്സിൽ ബിസിനസ് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പൊളിറ്റിക്സ് ആൻഡ് ഗവൺമെൻറ് പോളിസീസ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗവൺമെൻറ് പോളിസീസ് ക്യാൻ മേക്ക് ഹ്യൂജ് ഇമ്പാക്റ്റ് ഓൺ യുവർ ബിസിനസ്. വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റും. ദ ടൊബാക്കോ ഇൻഡസ്ട്രി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ബിക്കോസ് 1915 സിഗരറ്റ് കമ്പനി ഹാവ് ബീൻ ഓർഡേർഡ് പ്ലേസ് വാർണിംഗ് ലേബിൾസ് ഓൺ ദെയർ പ്രൊഡക്റ്റ്. അതായത് 1915 ശേഷമാണ് സിഗരറ്റുമേൽ വാർണിംഗ് ആയിട്ട് ക്യാൻസറിന് കാരണമാക്കുന്നുള്ള വാർണിംഗ് കൊടുത്തത്. ദേ ലോസ്റ്റ് റൈറ്റ് ടു അഡ്വർടൈസ് ഓൺ ടെലിവിഷൻ ആൻഡ് അതർ മീഡിയംസ്. സ്മോക്കേഴ്സ് ഹാവ് ഫിവർ പ്ലേസസ് വേർ ദേ ക്യാൻ സ്മോക്ക് ലീഗലി. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ അതിൽ മാത്രമല്ലാതെ ഇങ്ങനെയുള്ള വലിയ വലിയ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ടൊബാക്കോക്ക് എതിരായ സമയത്ത് സ്മോക്കേഴ്സ് കുറഞ്ഞു ചില സ്ഥലങ്ങളിൽ എന്നാണ് പറയുന്നത്. പിന്നെ ലീഗലി സ്മോക്ക് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണെന്നുള്ള ഒരു എത്തിക്കലി ഇപ്പോൾ നല്ല കാര്യമല്ല എന്നുള്ളതും കൂടെ ആൾക്കാരുടെ ഇടയിൽ വന്നു. സോ അങ്ങനെയുള്ള റീസൺസൊക്കെയാണ്
പൊളിറ്റിക്സ് ആൻഡ് ഗവൺമെൻറ് പോളിസീസിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. സോ ബിസിനസ്സിൽ എത്തിക്സ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ്ലി നോക്കാനായിട്ട് ഉണ്ടായിരുന്നത്.